ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ധന്യൻ ഷ്യാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പം നമ്മളൊരു ചെറിയൊരു ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഏതായാലും നമ്മുടെ ട്രിപ്പ് ഇപ്പം കരുനാപ്പള്ളി അടുത്ത് ഇപ്പോൾ വന്ന് നിന്നിരിക്കുകയാണ്. ഇനി ഏതായാലും നമുക്ക് യാത്ര ചെയ്യണം. അതിനിടയ്ക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അപ്പം ഇത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പാണ്. നമ്മുടെ കല്യാണത്തിന് ശേഷം ആദ്യത്തെ ട്രിപ്പിന്റെ വ്ളോഗിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും, ഇഷാ യോഗ. അതേതായാലും കംപ്ലീറ്റ് ആയിട്ടില്ല. ജസ്റ്റ് ധന്യയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഒന്ന് പോയപ്പം ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ചെറിയൊരു എക്സൈറ്റ്മെന്റിന് വേണ്ടി നമ്മളൊരു സ്ഥലം പോയി വിസിറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം പോയെന്നേ ഉള്ളൂ. നമുക്ക് ഇനി വിശദമായിട്ട് ഇഷായോഗയെ കുറിച്ച് കുറച്ചും കൂടെ നോക്കാം. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ നമ്മള് എറണാകുളത്ത് നിന്ന് കോവളത്തേക്കാണ് പോകുന്നത്. പിന്നെ അവിടെ താജ് കോവ് അവിടെ ചെന്നിട്ട് ബീച്ചും കാര്യങ്ങളും മറ്റും കുറെ രസകരമായിട്ട് സംഭവം ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം, പ്രതീക്ഷിക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഏതായാലും നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് വിടാം. അപ്പൊ നീണ്ട വലിയൊരു ഡ്രൈവിന് ശേഷം ഞങ്ങളിപ്പം ആറ്റിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ആ മാസ്ക് ഒന്ന് അഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പം നമ്മളിതാ അമ്മ ചെറിയൊരു ടിഫിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി കഴിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള യാത്രയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി. ഇതിനകത്ത് ചോറുണ്ട്, ചമ്മന്തി ഉണ്ട്, പിന്നെ മീൻ. ഡിഫറെന്റ് ആണ്. അതെ, അപ്പൊ ഇത് നോൺ. ഞാൻ നോണാണ്, നല്ല കട്ട നോണാണ്. ഇവള് വെജാണ്. ഇവള് മീൻ കഴിക്കുന്നില്ല, ചിക്കനൊക്കെ കഴിക്കും. അതും കഴിക്കുവാണെങ്കിൽ കുറച്ച് കഴിച്ചിട്ട് കുറച്ച് എനിക്ക് തരും. അങ്ങനത്തെ ഇതാണ്. അത് അങ്ങനെയാണ് ഞാൻ തടിച്ചിരിക്കണത്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി എനിക്ക് പറയാനുണ്ട്. നമ്മുടെ അമ്മ പിന്നെ നമ്മുടെ ഭാര്യയും കൂടെ ചേർന്നിട്ട് ഒരു യൂട്യൂബ് ചാനൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പല പല കുട്ടനാടൻ വിഭവങ്ങളും ഒക്കെ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിന്റെ സംഭവങ്ങളൊക്കെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലായിട്ട് സംഭവം കാണും. പിന്നെ എൻ സ്ക്രീനിനകത്ത് ചാനലിന്റെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോ നിങ്ങള് ഞാൻ കുക്ക് ചെയ്യും, ഞാൻ വലിയ കുക്കായിരിക്കും എന്ന് വിചാരിക്കരുത്. അമ്മ എനിക്ക് പറഞ്ഞു തരുന്ന കുറെ സംഭവങ്ങളുണ്ട്, അതൊക്കെ നിങ്ങളിലേക്കും കൂടി എത്തിക്കാനുള്ളൊരു ചാനലാണ്. അപ്പൊ ഏതായാലും നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ബാക്കി യാത്രയാവാം. അപ്പം നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് ടൈം ലാപ്സ് ആണ്. ഓക്കേ. സോ ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പം ഇവിടെ താജ് കോവ്സിൻ്റെ റിസോർട്ടിൽ ഇപ്പോൾ എത്തി. അപ്പം ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ താഴെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് വേറൊരു ക്യാബ് വഴി പുറകെ വരുന്ന ക്യാബുണ്ട്, അതുപോലെ കുറേ ക്യാബ്സ് ഉണ്ട്. അപ്പോൾ അതുപോലൊരു ക്യാബിലായിരുന്നു നമ്മളിവിടെ എത്തിയത്. അതിനുശേഷം ഇവിടെ ചെക്കിങ്ങും ബാക്കിയുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സും വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞു. ഹലോ, നമുക്ക് ഉടൻ തന്നെ മുറിയിലേക്ക് പോകാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി റൗണ്ട് അപ്പിനായിട്ട് ഇപ്പം പോവാണ്. അപ്പം സൈഡിലുള്ള സൈറ്റ് സീയിങ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അയ്യോ, ഡബോ. അപ്പം അതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ്. നമ്മുടെ താഴേക്ക് ഉരുണ്ടുരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള റിസോർട്ടിൻ്റെ വഴിയോര കാഴ്ചകളാണ്. അങ്ങോട്ടൊക്കെ റൂംസ്. അതെ, ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തിരിച്ചെത്തിയല്ലോ. ഇങ്ങോട്ടാണ് നമ്മൾ ഹൈറ്റേക്ക് വരേണ്ടത്. ഹൈറ്റേക്ക് ഇങ്ങോട്ട് വരുന്നത്
അപ്പുറത്തായിരുന്നു നമ്മുടെ കാർ പാർക്കിംഗ്. ഈ കാടിന്റെ ഇടയിൽ എവിടെയുമാണ്. ഇതാണ് നമ്മുടെ കാർ പാർക്കിംഗ്. നമ്മുടെ വണ്ടി ഇപ്പൊ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തോന്നുന്നു. ഓക്കെ, കോൺഫറൻസ് ഹോൾ അല്ലേ. റൂം എത്ര ഇത് വരും? ഈ പ്രോപ്പർട്ടി എത്ര ഏക്കർ വരും? 16 ഏക്കർ ഉണ്ടല്ലേ. ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അവിടെ നമ്മുടെ റൂംസ് അല്ലേ. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ആ കാണുന്ന ആ ഒരു ഏരിയ. സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഇവിടെ അല്ലേ? ആഹാ, ഈ കാണുന്നതാണ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നാണ് ബോട്ട് റൈഡിങ് അല്ലേ? ബോട്ട് റൈഡിങ് ഈ സ്ഥലം ഇങ്ങനെ നീണ്ടി വിശാലമായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിനൊരു അന്ത്യമൊന്നുമില്ല. ഇവിടെ കുറെ ഇവന്റ്സ് ഉണ്ട്. ബോട്ട് റൈഡിംഗ് ഉണ്ട്, അതുപോലെ നമുക്ക് ഹൈറ്റി പിന്നെ തൊട്ടപ്പുറത്ത് കടലാണ്, ഇങ്ങേപ്പുറത്ത് കായലും. ഓക്കെ, അപ്പോൾ അങ്ങനെ വിശാലമായിട്ട് കിടക്കണം നമ്മുടെ താജിന്റെ കോഫ് റിസോർട്ട്സ്. ഇപ്പം പ്രോപ്പർട്ടി റൗണ്ട് അപ്പ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര വലിയൊരു പ്രോപ്പർട്ടി റൗണ്ട് അപ്പ് ആയിപ്പോയി. നമ്മളിപ്പം ബീച്ചിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബീച്ചിന്റെ ഒരു വ്യൂവും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഏതായാലും ഗൈസ് റൗണ്ട് അപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പം റിസപ്ഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം വീണ്ടും നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മെന്റൽ ഡീടോക്സിന് വേണ്ടി വരാൻ പറ്റിയൊരു ബെസ്റ്റ് സ്ഥലമാണ്. വേറെ എവിടെയും അതെ. പക്ഷെ ഈ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ പിടിച്ചിരുന്നില്ലേ താഴെ പോകും. പക്ഷെ എങ്കിലും സംഭവം കിടുവാണ്, ഉഷാറാണ്. അപ്പം ഈ 16 ഏക്കറിൽ ഇതുപോലെ ധാരാളം റൂംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മെന്റൽ ഡീടോക്സിന് വേണ്ടി ബെസ്റ്റ് സ്ഥലമാണ്. ഇവിടെ അടിപൊളി. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ചേട്ടൻ്റെ പേരെന്താ? സജീവൻ. താങ്ക് യു സോ മച്ച്. വാട്ടർ ഫൗണ്ടെയിൻ. പിന്നെ നമ്മുടെ മുറി ഇതാണ്. ഐശ്വര്യമായിട്ട് മുറി തുറന്നാട്ടെ പോയിട്ടുണ്ട്. 301 ആണ് നമ്മുടെ റൂം. അപ്പം നമ്മുടെ കാർഡ്, അതെ, ലഗേജ് നല്ലൊരു അടിപൊളി സർവീസ് ആണ്. ലഗേജ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട് അവർ. ലൈറ്റ്സ് എല്ലാം ഓണായി. ഇതാണ് നമ്മുടെ ബെഡ്. ഈ ബെഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം. അടിപൊളി പോർട്രേറ്റ് ഉണ്ട് സൈഡിൽ. ആഹാ, ഇതാണ് നമ്മുടെ ബാൽക്കണി. നോക്കി ഇതൊരു വ്യൂ കാണുമ്പോഴത്തേക്ക് നിനക്ക് എന്താ തോന്നുന്നത്? അടിപൊളിയാണോ? പൊളിയാണോ? ഇറ്റ്സ് സോ ഗുഡ്. പുള്ളിക്കാരി ഇപ്പോഴും ഈ വൈബിന്റെ ഒരു സംഭവം ഷോക്ക് വിട്ട് മാറിയിട്ടൊന്നുമില്ല. ഇപ്പൊ ജസ്റ്റ് ഈ ബാൽക്കണിയുടെ ഒരു ഔട്ടർ വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. ഇതിന്റെ മേളിലും വേറെ കുറെ മുറികളൊക്കെ ഉണ്ട്. ഇതുപോലെ ഈ 16 ഏക്കറിൽ ഇഷ്ടം പോലെയാണ് മുറികളുള്ളത്. അപ്പം ഒരു നല്ലൊരു അടിപൊളി വെക്കേഷന് പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് സ്ഥലമാണ്. അങ്ങോട്ട് എന്താണ് സംഭവം? എന്തോ ബാത്റൂം ആണല്ലേ. അപ്പം ഇവിടെ നോക്കുക, നമ്മുടെ അയൺ ബോക്സും ഉണ്ട്, അയണിങ് പാഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഷവറും ബാക്കിയുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ. ബാത്ത് സ്റ്റെപ്പ് നീ നോക്കിയില്ലേ വന്ന്? സത്യം പറ. കണ്ടു ബാത്ത് സ്റ്റെപ്പ് കണ്ടു. വാഷ് ഉണ്ട്, ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അടിപൊളി സെറ്റപ്പാണ്.
പിന്നെ ഒരു കബോർഡ് സ്പേസ്. അപ്പൊ ഏതായാലും സംഭവം കൊള്ളാം, നല്ല അടിപൊളി റൂമും നല്ല അടിപൊളി സെറ്റപ്പും ഒക്കെയാണ്. അപ്പം ഏതായാലും വന്നു, നല്ല ക്ഷീണമുണ്ട്, കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പൊ റെസ്റ്റിന് ശേഷം കാണാം. ബൈ. ഹലോ ഗൈസ്, നമ്മൾ ഫ്രഷ് അപ്പ് ഒക്കെ ആയതിനു ശേഷം ഇപ്പോൾ ഹൈ ടീക്ക് പോവുകയാണ്. അപ്പം കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഇപ്പം നല്ല നീണ്ട് വിശാലമായിട്ട് കിടക്കുന്ന ഒരു റിസോർട്ടാണ്. ഇവിടെ പല ഇടത്തും നല്ല അടിപൊളി സ്പേസ്, നല്ല അടിപൊളി നല്ല റൂംസും ഫെസിലിറ്റീസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. എങ്ങനെ പോവുകയാണെങ്കിലും നിങ്ങളുടെ ഒരു വെക്കേഷൻ നിങ്ങളവിടെ സ്പെൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ടോപ്പ് ക്ലാസ്. അപ്പം ഏതായാലും ഇറ്റ്സ് വർത്ത് ഇറ്റ്. അപ്പം ചുമ്മാ നടന്നു പോകുമ്പോൾ തന്നെ കാണാൻ കിട്ടുന്ന ഒരു ബ്യൂട്ടി, അതൊരു വേറിട്ടൊരു അനുഭവം തന്നെയാണ്. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചത്. ഇതിന് മുന്നേ ഞാൻ ബോട്ടിങ്ങിന് പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് നമ്മൾ കുമ്പളങ്ങിയിൽ ഒരു ബോട്ടിങ്ങിൻ്റെ ചെറിയൊരു ബോട്ടിങ്ങാണ് ഇത്. പക്ഷേ താജിലെ ഒരു വലിയൊരു ബോട്ടിലാണ്. നമ്മുടെ ഇവിടുത്തെ ലഗൂൺ ബാക്ക് വാട്ടേഴ്സ് തന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ ഒരിതിൽ പോകുന്നത്. നല്ല വിശാലമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ വ്ളോഗിലൂടെയൊക്കെ നമ്മൾ ചെയ്യുമ്പം ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും സുന്ദരമായിട്ടുള്ള ഈ നിമിഷങ്ങളിലൊക്കെ ഒന്നും കൂടെ കണ്ട് നമുക്കൊന്നും കൂടെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ലൈഫിൽ വൺസ് കിട്ടുന്നൊരു മൊമെൻ്റാണ്. അപ്പം ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് കിട്ടുമ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാ ആൾക്കാരും യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ ഷൗട്ട് ഔട്ട്സ് കൊടുക്കുന്നത് ദാ നിൽക്കുന്ന ഏഞ്ചലീനയാണ്. കണ്ട അപ്പോൾ നമ്മുടെ ധന്യയുടെ ഫ്രണ്ടാണ് ഏഞ്ചലീന. അപ്പോൾ ഇവിടുത്തെ HR ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഏഞ്ചലീനയുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏഞ്ചലീനെ കോൺടാക്ട് ചെയ്ത് വെച്ചാൽ മതി. സോ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് ഇങ്ങോട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനൊക്കെ നന്ദി, താങ്ക് യു പറയേണ്ടത് നമ്മുടെ ഏഞ്ചലീനയോടാണ്. ഹായ്, ആ മാസ്കിന് ഓക്കെ, അടിപൊളി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സജസ്റ്റിംഗ് താജ്. കണ്ടായിരുന്നു. ആഹാ, അടിപൊളി. ഇതൊക്കെ വ്ളോഗിൽ വരും കേട്ടോ. അതെ, നമ്മളെ കുറച്ച് മുന്നേ അഹാനേനെയും അതുപോലെ അഹാനയുടെ അമ്മേനെയൊക്കെ കുറച്ച് മുന്നേ കണ്ടിരുന്നു. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വ്ളോഗിലൂടെ അവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഹൈ ടീ. അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, ആൻഡ് ഒരു കോഫി, ഒരു ചായ. അപ്പം ഇനിയും ഇഷ്ടംപോലെ നല്ല ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ കടലും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടെന്ന് തോന്നുന്നു. നല്ല വൈബാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇതിനോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും പോകുന്നുണ്ട്. അവിടെ ഒരു ഫോറിനർ ഒരു ചേച്ചി ഇരുന്നുകൊണ്ട് ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. വെരി ബ്യൂട്ടിഫുൾ. അതും സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചും കൂടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ശരി, എന്നാ നമുക്ക് ചിയേഴ്സ്. നിങ്ങളെ വേറൊരു സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ താജ് സ്കോം റിസോർട്ടിൻ്റെ വേറൊരു ഏരിയ ആണ്. ഒരു ബീച്ച് ഫ്രണ്ട് ഏരിയ ആണിത്. കാണാൻ നല്ല ഒരു രസമുണ്ട്. ഒരു ഗോവ വൈബ്, ഒരു ഗോവ ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാട് തന്നെയാണോ എന്ന് പോലും പലപ്പോഴും ഡൗട്ടായി പോകും. പക്ഷെ നല്ല രീതിയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു നല്ലൊരു വൈബ് കിട്ടും. ജസ്റ്റ് നമുക്ക്
കടലിൽ നോക്കി ഇരിക്കാൻ പറ്റി കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഫെസിലിറ്റിയാണ്. ഇഷ്ടമായ സ്ഥലങ്ങൾ അടിപൊളി. ഓക്കെ, ഇതിൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കുവാണ്. Don't play with my heart, baby. You should have known from the start, darling. Let it fight higher and higher. Let it go. Can't deny before the start. അപ്പോൾ ഞങ്ങൾ രാത്രി മൊത്തം ഈ 2 സൈക്കിളും കൂടെ ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും സൈക്കിൾ ബൈ ബൈ. ഇപ്പം ലേ പോകുന്നു ബഗ്ഗി. അപ്പം മരിയയ്ക്ക് തന്നെ താഴെ വെയിറ്റ് ചെയ്ത് നിന്നാൽ മതിയായിരുന്നു. ഏതായാലും നടന്നു തുടങ്ങി പ്രോപ്പർട്ടി ഒക്കെ കാണാനായിട്ട്. ഇപ്പൊ ഞങ്ങള് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതെ, റൂമിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഡിന്നർ. അപ്പോൾ ഡിന്നറിന് നമുക്ക് ഇന്ന് കുറച്ച് ക്രൗഡ് കൂടുതലായ കാരണം അവർ സെപ്പറേറ്റ് സ്ലോട്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലോട്ട് 8:30 സ്ലോട്ടിലാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ 8:30 സമയം എന്തായി? സമയം ഇപ്പോൾ 7 മണി. അപ്പോൾ നമ്മൾ തിരിച്ചിപ്പോൾ നമ്മുടെ ലോബിയിൽ എത്തിയിരിക്കുകയാണ് താജിൻ്റെ. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പം ഇത് കൊള്ളാലോ, താജ് ഗിഫ്റ്റൊക്കെ തരുമോ? ബെസ്റ്റ് വിഷസ് കൊള്ളാലോ. ഇത് നമുക്ക് നേരത്തെ ഏഞ്ചലിൻ്റെ തന്ന ഗിഫ്റ്റാണ്. അതെ, അപ്പോൾ ഇതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലേ ഈ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് തോന്നുന്നു ഏഞ്ചലീനയുടെ അത്. അവൾ എൻ്റെ 4th സ്റ്റാൻഡേർഡ് തൊട്ട് എൻ്റെ ഒപ്പം പഠിച്ചതാണ്. അപ്പോൾ ഐ എം 100% ഷുവർ ഇത് ഏഞ്ചലീനയുടെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. ആണോ? അപ്പോൾ ഈ സർപ്രൈസിന്റെ പിന്നിൽ ഏഞ്ചലീനയാണ്. അപ്പോൾ എന്തോ ഒരു കൊള്ളാം. ഏതായാലും ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്ത് താജ് ആണെങ്കിലും അല്ല ഏഞ്ചലീന ആണെങ്കിലും സംഭവം സെറ്റാണ്. ഓക്കെ, താജ് അല്ല ഏഞ്ചലീന ആണോ? അപ്പം താങ്ക് യു സോ മച്ച് ഏഞ്ചലീന ഫോർ ദിസ്. അപ്പോൾ ഏതായാലും നമുക്കത് കട്ട് ചെയ്ത് കഴിക്കാം. സോ ഗൈസ്, ഡിന്നർ ടൈം ആയി. അപ്പം അകത്ത് ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ബുഫേ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ടൈം 8:30 ആണ്. ഇപ്പോൾ കോവിഡിൻ്റെതായിട്ടുള്ള പ്രോട്ടോകോൾസ് നമ്മൾ പാലിക്കേണ്ടത് കൊണ്ട്, പിന്നെ അത്യാവശ്യം ഇവിടെ നല്ല ക്രൗഡ് ഉള്ളത് കൊണ്ടും ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ ഒരു, അല്ലെങ്കിൽ നമ്മുടെ താജിൻ്റെ ഒരു നല്ല വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കോഡ് ഓഫ് എത്തിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ആ ബുഫേ ഒന്ന് കാണാം, അതിന് ശേഷം നമുക്ക് ബാക്കി. അപ്പോൾ ഗൈസ്, നമ്മൾ ഡിന്നർ കഴിഞ്ഞിട്ട് ദേ ഇങ്ങോട്ട് വന്നു. പക്ഷെ അവിടെ നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളും ജസ്റ്റ് ആ ഒരു ബഫേയുടെ ആ ഒരു ചെറിയൊരു സംഭവം മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ ധാരാളം ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ലൈക്ക് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ കൊണ്ടു കിടന്നാൽ ശരിയാവത്തില്ലല്ലോ. വെറുതെ അവരുടെ സ്വകാര്യം. അതെ, ഫുഡിനെ മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ലൊരു അടിപൊളി ഒരു അനുഭവം ഉണ്ടായി. ഒരു മാരി എന്ന് പറയുന്ന ഒരു UK സിറ്റിസൺ, ഒരു ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു.
കുറേ നേരമായിട്ട് നമുക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്തു? അതെ, എൻ്റെ ഇടയ്ക്ക് മലയാളം സോങ്ങും പാടി. 13 വർഷമായിട്ട് ഇവിടെ തന്നെ നിന്ന് ശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് എന്തോ ഈ സ്ട്രേ ഡോഗ്സിനെ സേവ് ചെയ്യുന്ന NGO കാര്യങ്ങളും ഒക്കെ കേരളത്തിലുണ്ട്. അപ്പൊ അതിന്റെ പേജും കമ്മ്യൂണിറ്റിയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ആനിമൽ ആക്ടിവിസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പം കേൾക്കുമ്പോൾ ഒരു നല്ലൊരു സുഖമുണ്ട്. പിന്നെ HR മാനേജർ ആയിരുന്നു, അതായിരുന്നു അവരുടെ മേജർ പ്രൊഫഷൻ. മേരി എന്നാണ് പേര്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അവരോട് പോയിട്ടൊരു താങ്ക് യു പറഞ്ഞു. അപ്പം ഏതായാലും എന്ത് സംഭവം നമുക്ക് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എസെൻഷ്യൽ സംഭവം എന്ന് പറഞ്ഞാൽ നേരെ അവിടെ പോയിട്ടൊരു താങ്ക് യു പറയുമ്പോൾ നമ്മള് ഹൈറ്റിക്ക് പോയപ്പോ ബീച്ചിലും നിങ്ങൾ ചില വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടാൽ മനസ്സിലാവും. There was a song. അപ്പൊ അതും ഇവരുടെ ആയിരുന്നു. ഇപ്പോഴും she was continuously singing. അപ്പൊ ആ എഫേർട്ടിന് ഏതായാലും നമ്മൾ താങ്ക് യു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. സോ ഞങ്ങൾ അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അതെ. We just took a selfie. Yes. Oh, anyways, see you morning.